വി.എസിന്റെ വിയോഗം സിപിഐഎമ്മിനും ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും വലിയ നഷ്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിപിഎം സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച വി.എസ് അനുശോചന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക നേതാക്കളും പങ്കെടുത്തു. വി.എസ്. അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ വിയോഗത്തിന്റെ ആഴം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതായിരുന്നു തലസ്ഥാനത്ത് നടന്ന സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയുടെ അനുശോചന യോഗം. കേരളത്തെ ഇന്നത്തെ രീതിയിൽ വാർത്തെടുക്കുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വി.എസ്. സിപിഐഎമ്മിനും ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും വലിയ നഷ്ടമാണ് വി.എസിന്റെ വിയോഗമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. വി.എസിന്റെ ജീവിതം ആധുനിക കേരളത്തിൻ്റെ വളർച്ചയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇന്നത്തെ കേരളം ഈ രീതിയിൽ വാർത്തെടുക്കുന്നതിന് ഉജ്ജ്വലമായ നേതൃത്വം കൊടുത്തവരിൽ ഒരാളാണ് വി.എസ്. എന്നത് തർക്കമറ്റ കാര്യമാണ്. കേരളത്തിൽ ഇന്ന് നാം കാണുന്ന കരുത്തുറ്റ കർഷക തൊഴിലാളി പ്രസ്ഥാനം, കേരള കർഷക തൊഴിലാളി യൂണിയൻ രൂപം കൊടുക്കുന്നതിലും വി.എസ്. പ്രധാന പങ്കാണ് വഹിച്ചത്. ആരാണ് ഒരു നേതാവ് എന്ന നിലയിൽ കൃത്യമായി അടയാളപ്പെടുത്തിയ വ്യക്തിയാണ് വി.എസ്. എന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. തൻ്റെ സ്വതസിദ്ധമായ കഴിവും ശേഷിയും പൂർണ്ണമായിട്ട് അർപ്പിച്ചു ഒരു മനുഷ്യായുസ് മുഴുവൻ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ച മഹാനായ വിപ്ലവകാരിയായിരുന്നു സഖാവ് വി.എസ്. ഈ മനുഷ്യരിലുള്ള അവബോധം, അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും നേതാവെന്ന നിലയിൽ സഖാവ് വി.എസിനെ പ്രത്യേകമായി അടയാളപ്പെടുത്തിയത്. വി.എസ്. കാലത്തെ ഓർമ്മകൾ പങ്കുവെച്ചുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ അനുസ്മരണം. കാലത്തിനനുസരിച്ച് എന്താണ് സംസാരിക്കേണ്ടത്, ഏത് വിഷയത്തിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്, എവിടെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഭൂമി സംബന്ധമായ വിഷയങ്ങളിലെല്ലാം പ്രത്യേകമായ ശ്രദ്ധ, ജലം ഊറ്റിയെടുത്ത് ജല ചൂഷണം നടത്തുന്നതിനെതിരായി, ഭൂമി സാധാരണക്കാരന് കൂടി അവകാശപ്പെട്ട ഭൂമി കുറേ ആളുകൾ കൈവശം വയ്ക്കുന്നതിനെതിരായി ഒക്കെയുള്ള സമരങ്ങളിലെ മുന്നണി പോരാളിയായി അദ്ദേഹം മാറിയത് ആ ദീർഘകാലത്തെ കാഴ്ചപ്പാടുകൾ കൊണ്ടാണ്. അനുശോചന യോഗത്തിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി, മന്ത്രിമാർ, സഭ മേലാധ്യക്ഷന്മാർ തുടങ്ങി വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.